നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X6 Neo 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് തന്നെ വെച്ച് ആദ്യം തുടങ്ങാം. പ്രൈസ് 8GB 128GB പ്രൈസാണ് 16,000 രൂപ. 12GB 256GB പ്രൈസാണ് 18,000 രൂപ. ₹1 കുറച്ചോ, നമ്മൾ വെറുതെ പറഞ്ഞ് സമയം കളയണ്ടല്ലോ. SBIയുടെ 1000 രൂപ ഓഫ് ഉണ്ടാവും നിങ്ങൾ കാർഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ. സോ എഫക്റ്റീവ് പ്രൈസ് 15,000 രൂപയാണ്. 14,999. ഇനി 14,999 എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, കൺസിഡറബിൾ ആണ്. പോക്കോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ X6 പ്രത്യേകിച്ച് X6 Neo ഇപ്പം ഇറങ്ങിയത് X6ഉം X6 Proയും അതിൽ കിട്ടുന്നില്ല ആ സാധനം. X6ഉം X6 Proയും നല്ല അടിപൊളി സ്മാർട്ട് ഫോൺസ് ആയിരുന്നു. സോ ആ ഒരു ലെഗസി ഏകദേശം കണ്ടിന്യൂ ചെയ്തു എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതൊരൊറ്റ അല്ലെങ്കിൽ ഒരു 1-2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. സോ അത് എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ, ഞാനാണ് അമർനാഥ്. നിങ്ങളുടെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട. കളേഴ്സ് 3 എണ്ണമാണ് വരുന്നത്: ഓറഞ്ച്, ബ്ലൂ, ബ്ലാക്ക്. പിന്നെ ഒരു തിക്ക് ബ്ലാക്ക് കേസ് വരുന്നുണ്ട്. 33 വാട്ട്സിൻ്റെ ചാർജർ, A to C കേബിൾ. ഇങ്ങനെ 3 കാര്യങ്ങൾ, സിം ഇജക്ടർ, ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടിയിൽ കിട്ടുന്നുണ്ട്. പെട്ടിയിൽ ചാർജറൊക്കെ വരുന്നുണ്ട്, വിഷയമൊന്നുമില്ല. ഇങ്ങനെയാണ് ബോക്സ് ആൻഡ് പ്രൈസിൻ്റെ കാര്യങ്ങൾ. അടുത്തത് ഇനി ഡിസൈൻ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുവാണെങ്കിൽ പോക്കോൻ്റെ ടിപ്പിക്കൽ ഡിസൈൻ, സാധാരണ വരുന്ന പോക്കോ ആ ഒരു സംഭവം, അവരുടെ ഒരു സാധാരണ ഡിസൈനാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കിട്ടുന്നത്. ഒരു ബോക്സി ഫീലാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് പിടിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവും. പിന്നെ ബാക്കിൽ മാറ്റ് ഫിനിഷാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. സോ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. കവറിട്ട് ഉപയോഗിക്കുക, കേസ് ഇട്ട് ഉപയോഗിക്കുക. പിന്നെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ മറക്കണ്ട. എന്ത് പറഞ്ഞാലും 15,000 രൂപയുടെ ഫോണാണ്. 178 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 7.69 mm മാത്രമാണ് തിക്നെസ് വരുന്നത്. പോക്കോ പറയുന്നതനുസരിച്ച് അവരുടെ ഏറ്റവും സ്ലിമ്മസ്റ്റ് സ്മാർട്ട് ഫോണാണ് അവർ ഇതുവരെ ഇറക്കിയിട്ടുള്ളതിൽ സ്ലിമ്മസ്റ്റ് സ്മാർട്ട് ഫോണാണ്. സോ നല്ല ഹാൻഡി ആയിട്ടുള്ള ഫോണായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. IP54 റേറ്റിംഗ് ആണ് വരുന്നത്. സോ സ്പ്ലാഷ് പ്രൂഫാണ്. ചെറുതായിട്ട് മഴയൊന്നും കൊണ്ടാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. നല്ല കാര്യം. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഒരു സമയത്ത് നിങ്ങൾക്ക് 2 സിം ഇടാം, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും മാത്രം ഇടാം. ആ ഒരു രീതിയിലാണ് സെറ്റപ്പ് വരുന്നത്. അതിന് ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ 6.67 ഇഞ്ചസ് ഇപ്പോൾ ഒരു, എനിക്ക് തോന്നുന്നതാണ്, ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുണ്ട്. ഏത് ഫോൺ നോക്കിയാലും 6.67 ഇഞ്ചസിൻ്റെ അത് വായിലിങ്ങനെ ഒരു ഇതായിട്ടുണ്ട്, എന്താ പറഞ്ഞ് ശീലമായിട്ടുണ്ട്. 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ഫ്ലാറ്റ് ആമോലെഡ് സ്ക്രീനാണ് വരുന്നത്. 10 ബിറ്റിൻ്റെ പാനലാണ്. സോ 1.07 ബില്യൺ കളർ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടാവും. നല്ല കാണാൻ നല്ല അത്യാവശ്യം രസം ഉണ്ടാവും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. 93% പുറത്ത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ, അതായത് 93.3%. അതായത് ആ ബെസൽസ് നോക്കുക, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഉറപ്പിച്ച് പറയാൻ നല്ല രസമുണ്ട് കാണാൻ. കാരണം സിമ്മട്രിക്കലാണ് അത്യാവശ്യം. ചിഹ്നമൊക്കെ നല്ല ചെറുതാണ്. താടി ചിഹ്നം നല്ല ചെറുതാണ്. സോ കാണാൻ നല്ലൊരു രസമുണ്ട് ഡിസ്പ്ലേ. പക്ഷേ ബാക്കി പറയാം, ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം പ്രൊട്ടക്റ്റഡ് ആണ്. 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അതായത് ബ്രൈറ്റ്നസ് ഫുള്ള് കുറയ്ക്കുന്ന സമയത്ത് ഫ്ലിക്കറിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് തലവേദന വരുന്ന പ്രശ്നമൊന്നും കുറഞ്ഞു കിട്ടും. സോ അത് നല്ല കാര്യമാണ്. വൈഡ് ബാൻഡ് L1ൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോമിൽ 1080p സ്ട്രീമിംഗ് ഒക്കെ സുഖമായിട്ട് പറ്റും. HDR സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം അതാണ്, 15,000 രൂപയാണ്, ജസ്റ്റിഫൈബിൾ ആണ്. HDR അവർ കൊടുത്തിട്ടില്ല എന്നുള്ളത്. സോ അതങ്ങ് ഒഴിവാക്കാം. പക്ഷേ അവർ മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. 10,000 രൂപയ്ക്ക് പോലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ചിലതിൽ വരുന്നുണ്ട്. സോ പ്രത്യേകിച്ച് മോട്ടോറോളയൊക്കെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇങ്ങനെ വാരി എറിയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ മോണോ സ്പീക്കറൊക്കെ കൊടുത്താൽ റെഡിയാവുമോ? കാരണം നല്ലൊരു ഫോണായിരുന്നു. മോണോ സ്പീക്കർ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാണ്ടായത്. കാരണം ഞാൻ ബാക്കി പറയാം. മോണോ സ്പീക്കർ ഡോൾബി അറ്റ്മോസിൻ്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്, കാര്യമില്ല. കാരണം മോണോ സ്പീക്കറാണ് വളരെ ആവറേജ് ഒരു സംഭവം ഉണ്ടാവുള്ളൂ. പക്ഷേ ഒന്നായിട്ട് മൾട്ടിമീഡിയ നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടാകും. കാരണം ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. 120 ഹെർട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ആമോലെഡ് സ്ക്രീൻ, നല്ല രസം ഉണ്ടാവും. പക്ഷേ മോണോ സ്പീക്കേഴ്സ് കൊണ്ടുപോയി തുലച്ചു. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, നിങ്ങൾക്ക് പ്ലഗ് ആൻഡ് പ്ലേ, നല്ല രസം ഉണ്ടാവും. സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ മീഡിയാടെക് ഡയമൻസിറ്റി 6050 5G ചിപ്സെറ്റ്, 6 nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കി 2.4 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡാണ് വരുന്നത്. LPDDR4X റാം ടൈപ്പ്, UFS 2.2 സ്റ്റോറേജ് ടൈപ്പ്. ക്വൈറ്റ് ആക്സെപ്റ്റബിൾ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതും കിട്ടാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്.
ആൻഡ് ഏകദേശം 40 FPS VGMI COD കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. 120 Hz ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ട് സ്മൂത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. OS ഒന്നും വലിയ കുഴപ്പമില്ലാണ്ട് ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4,44,000 പുറത്ത് അതിൻ്റെ സ്കോർ കിട്ടുന്നുണ്ട്. 93% പുറത്ത് നിങ്ങൾക്ക് CPU ത്രോട്ട്ലിംഗ് സ്കോർ കിട്ടുന്നുണ്ട്. സോ ത്രോട്ട്ലിംഗ് സ്കോർ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് നമുക്ക് വലിയ ഹീറ്റിങ്ങും പരിപാടിയൊന്നും ഇല്ലാണ്ട് നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു ഭയങ്കര ഗെയിമിംഗ് ഫോണായിട്ടൊന്നും കാണരുത്. 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫോൺ ഇതുവരെ മാർക്കറ്റിൽ കിട്ടാനുമില്ല. അല്ലെങ്കിൽ ഇൻഫിനിക്സ്, ടെക്നോ ആ രീതിയിൽ പോകേണ്ടി വരും. പക്ഷേ എനിക്കും ഇതുവരെ അവരോടൊരു ട്രസ്റ്റ് വന്നിട്ടില്ല. പിന്നെ പോക്കോ ഈയിടെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പോക്കോൻ്റെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ആൻഡ് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പെർഫോമൻസ് സൈഡ്. 5000 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് പെട്ടിയിൽ സാധനം വരുന്നുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് 0 to 100 ആവും. ആൻഡ് 33 വാട്ട് ക്വൈറ്റ് അക്സെപ്റ്റബിൾ ആണ്. അവർ പണ്ടേ കൊടുക്കുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ആൻഡ് ആ മോണോ സ്പീക്കർ എനിക്ക് ദഹിക്കുന്നില്ല ഉള്ള കാര്യം പറയാം. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 13 MIUI 14, 2 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 years സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, ബ്ലോട്ട്വെയർ ഉണ്ടാവും. പോക്കോയാണ്. ആഡുകൾ കുറവായിരിക്കും, പോക്കോ ലോഞ്ചർ ഉള്ളതുകൊണ്ട്. ആ MIUIൻ്റെ ആഡ് പരിപാടി ഉണ്ടാവില്ല, പക്ഷേ ബ്ലോട്ട്വെയർ ഉണ്ടാവും. പിന്നെ ബഗ്ഗും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ MIUI ആണുള്ളത്. ഹൈപ്പർ OSൻ്റെ അപ്ഡേറ്റ് വരും കാലങ്ങളിൽ എന്തായാലും കിട്ടും. കാരണം ആൻഡ്രോയിഡ് 13 കൊടുത്തിട്ടുള്ളൂ, അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്തായാലും ആൻഡ്രോയിഡ് 14 നിങ്ങൾക്ക് കിട്ടും. ആൻഡ്രോയിഡ് 15 മാക്സിമം കിട്ടുള്ളൂ. കാരണം ആൻഡ്രോയിഡ് 15 ബീറ്റ വരെ പോയി തുടങ്ങിയിട്ടുണ്ട്. അതായിരിക്കും നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത്. എന്തായാലും ഹൈപ്പർ OS കിട്ടും. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 കൊടുക്കണമായിരുന്നു. ഇനി ബാക്കി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക്, IR ബ്ലാസ്റ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡ്യുവൽ 5G, ഡ്യുവൽ 4G ഒക്കെ വരുന്നുണ്ട്. Wi-Fi വേർഷൻ 5, ബ്ലൂടൂത്ത് 5.3, പിന്നെ NFC-യുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇനി ലാസ്റ്റ് ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 108 MP ഒരു പ്രൈമറി ക്യാമറ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്യാമറ എന്ന് പറഞ്ഞാൽ മതി. കാരണം പിന്നെ വരുന്നത് ഡെപ്ത് സെൻസറാണ്. ഇതാണ് നെക്സ്റ്റ് കാര്യം. അൾട്രാ വൈഡ് കൊടുത്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 8 MB നോർമൽ അൾട്രാ വൈഡ് കൊടുത്താൽ സത്യം പറയാം 250 രൂപയുടെ ഡിഫറൻസേ വരുള്ളൂ. അല്ലെങ്കിൽ ഒരു കൂടിപ്പോയ 500 രൂപ. അൾട്രാ വൈഡും ആ ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറും കൂടി വെച്ച് അവർ 500 രൂപ കൂട്ടിയായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഞാനതൊക്കെ ലാസ്റ്റ് പറയാം. ഇനി 1080p at 30 FPS ആണ്. ബാക്കിലും ഫ്രണ്ടിലും മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ, 4K റെക്കോർഡിംഗ് ഇല്ല. ഫ്രണ്ടിൽ 16 MB നോർമൽ സെൽഫി ക്യാമറ. പിന്നെ ഈ 1080p at 30 FPS മാക്സിമം വീഡിയോ റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതായത് ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇമേജ് സ്റ്റെബിലൈസേഷൻ വലിയ കുഴപ്പമില്ലാത്ത, അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഒരു അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സംഭവം കൊടുക്കുന്നുണ്ട്. പിന്നെ 3x ഇൻസെൻസർ സൂം വരുന്നുണ്ട് ബാക്കിൽ 108 MP. അതായത് നിങ്ങൾ 3x സൂം ചെയ്താലും നിങ്ങൾക്ക് അധികം ക്വാളിറ്റി നഷ്ടപ്പെടാതെ നല്ലൊരു ഫോട്ടോ കിട്ടും. അതായത് 108 MP ഉള്ള സ്ഥിതിക്ക് അത് ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലുതായിട്ട് പിക്സൽസ് നഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. അതൊരു നല്ല ഫീച്ചറാണ്, കുഴപ്പമില്ല. 3xും യൂസബിൾ ആണ്. സോ ഇനി ക്യാമറ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം പോക്കോ ഇപ്പം നല്ലോണം ചെയ്യുന്നുണ്ട്. 15-നായാലും ഏകദേശം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പോക്കോ 15-ന് പോക്കോ X5, ഇത് ഒപ്പീനിയനിലേക്ക് കടന്നു. ക്യാമറ അവിടെ വെക്കട്ടെ, നമ്മളെ കൺക്ലൂഷനിലേക്ക് പോവാം. പോക്കോ X5 അവർ 15-ന് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ അത് 695 ഉണ്ടായിരുന്നു. വലിയ ചിപ്സെറ്റൊന്നുമല്ല, പക്ഷെ എന്നാലും അതും ഈ 4K റെക്കോർഡിംഗ് ഒന്നുമില്ല. പക്ഷേ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ടായിരുന്നു, AMOLED സ്ക്രീൻ ഉണ്ടായിരുന്നു, ഇതേപോലെ തന്നെ ഏകദേശം. അതിനേക്കാൾ നല്ല ഡിസ്പ്ലേ ഒക്കെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ മോണോ സ്പീക്കർ എനിക്ക് ദഹിക്കുന്നില്ല സത്യം പറയാം. പിന്നെ അൾട്രാ വൈഡ് വരുന്നില്ല. നമ്മളെ പോക്കോ X5 അൾട്രാ വൈഡ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. 64+8 എന്തായിരുന്നു. അപ്പം ഈ ഒരു 2 കാര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ദിസ് വുഡ് ബി എ പെർഫെക്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 15K. ഇതൊരു പെർഫെക്റ്റ് എന്നുള്ള കോമ്പോയിലൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ വേണം, എന്നാൽ ഒരു നല്ല പെർഫോമൻസ്. ഗെയിമിംഗ് ഫോണായിട്ടൊന്നും കരുതരുത്, പക്ഷേ എന്നാലും നല്ല കാര്യങ്ങൾ നടന്നു പോകണം, അത്യാവശ്യം നല്ല പെർഫോമൻസ് വേണം. പിന്നെ ട്രസ്റ്റ് വർത്തി ഫാക്ടർ. ട്രസ്റ്റ് വർത്തി ആണോ എന്ന് ചോദിച്ചാൽ ഈ ഇടയായിട്ട് പോക്കോ അങ്ങനെ നമ്മളെ പണി പറ്റിച്ചിട്ടില്ല. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഇത്. ചിലപ്പം ഇത് നമുക്ക് 100% ഷുവറൊന്നുമില്ല. പക്ഷേ നമ്മൾ ഏതൊരു ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയും പോക്കോനെയും ട്രസ്റ്റ് ചെയ്യാം. കാരണം അതൊക്കെ അത്രയേ ഉള്ളൂ. ഇപ്പം ഒരു ഫോൺ അടിച്ചു പോകുക എന്ന് പറയുന്നത്, ആ ബ്രാൻഡ് അടിച്ചു പോയതല്ല അതിൻ്റെ പ്രശ്നം, അതിനോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഏത് ഫോണും അടിച്ചു പോയേക്കാം, അത് നമ്മളെ കയ്യിലല്ല ഒന്നും. പക്ഷെ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പോക്കോ പണ്ടും അതിലായിരുന്നു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത്. അതായത് അവരുടെ ഫോൺ അടിച്ചു പോകുമ്പോൾ അവരതിന് റീപ്ലേസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മളെ സർവീസിൻ്റെ സമയത്ത് ഭയങ്കര ലൊട്ടവർത്താനം പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് അവർ ചില ഫോൺസിന് കുറച്ച് കൂടിയ മോഡൽസിന് 2 years അപ്ഡേറ്റ് കൊടുത്തു. അപ്ഡേറ്റ് അല്ല, 2 years മറ്റേ ഇത്
വാറണ്ടി കൊടുത്തു. പിന്നെ അവർ ഈ ഇടയ്ക്കായിട്ട് പണി പറ്റിച്ചിട്ടില്ല. ഒരു പോക്കോ ഒരു കൊല്ലം 1.5 കൊല്ലമൊന്നും ആയിട്ടൊരു പണിയും വന്നിട്ടില്ല. സോ സുഖമായിട്ട് എടുക്കാം. ഞാനും പല ഫ്രണ്ട്സിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. അപ്പം ട്രസ്റ്റ് വൃത്തിയായിട്ട് അങ്ങനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം സർവീസ് സെൻറ്റർ നാട്ടിൽ ഉള്ള പക്ഷം നമുക്ക് വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റിയൊരു സ്മാർട്ട് ഫോണാണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അത്രമാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെല്ലേക്ക് നോർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ചാനൽ കൺഗ്രാജുലേഷൻസ്. എല്ലാ കമൻറ്റിനും റിപ്ലൈ ചെയ്യാൻ വണ്ണം ചെറിയ ചാനലാണ്, മനസ്സിലായല്ലോ. അപ്പം എന്നെ വളർത്തി വലിയ ചാനലാക്കി മാറ്റണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.